നൊസ്റ്റാൾജിക് ആയ പല സിനിമകളുടെയും ഒരു ഓർമ്മപ്പെടുത്തലായിട്ടാണ് എനിക്ക് തങ്കമണി ഫീൽ ചെയ്തത്. അത് ദിലീപേട്ടൻ ചെയ്ത ക്യാരക്ടർ, ആ ക്യാരക്ടറിലൂടെയാണ് ഈ തങ്കമണിയിലെ കഥ പറഞ്ഞു പോകുന്നത്. ഒരു റിയൽ ലൈഫ് സ്റ്റോറി ആണെന്ന വ്യാജേന ഒരു ഫിക്ഷൻ സ്റ്റോറി പറഞ്ഞില്ലേ. അതിൽ നായകന് നഷ്ടപ്പെടുന്ന കാര്യങ്ങളുടെ കണക്കെടുക്കുമ്പോൾ അവിടെ സാധാരണ വെക്കുന്ന അമ്മ, പെങ്ങൾ, അച്ഛൻ, ജോലി, വീട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്ക് പകരം തങ്കമണി എന്നൊരു പ്ലേസ്മെൻറ്റ് കൂടി കൊണ്ടുവന്നു. അൾട്ടിമേറ്റ്ലി ആ നാടിനെ സിനിമയിൽ പ്ലേസ് ചെയ്തിരിക്കുന്നത് വളരെ പ്ലെയിൻ ആയിട്ടാണ്. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴാണ് തങ്കമണി ഇൻസിഡന്റ് വരുന്നത്. തങ്കമണിയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്ന് പറയുന്നത് തീർച്ചയായും നമ്മുടെ TV സീരിയലുകൾക്ക് വളരെയധികം ഉപയോഗപ്രദമാവുന്നതാണ്. എനിക്ക് ഫീൽ ചെയ്തത് സിനിമയുടെ കളറിങ്ങും കളർ ടോണിലേക്കൊക്കെയാണ്. അല്ല, കളർ ഗ്രേഡിങ് മാറ്റി പിടിച്ച് തരുമല്ല. കാരണം ഓൾറെഡി പോലീസ് ഭീകരത എന്ന് പറയുന്നത് അതിൻ്റെ ഒരു പീക്ക് എന്നൊക്കെ നമുക്ക് പറയാവുന്ന രീതിയിൽ തന്നെ നമ്മൾ പല സിനിമകളിലും കണ്ടു കഴിഞ്ഞതാണ്. പക്ഷേ അതിനെ ഒരു ബഡ്ജറ്റ് ലെവൽ നാടകത്തിലേക്ക് കൊണ്ടുവരുന്നത് പോലെ എനിക്ക് തോന്നി.